അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 24/1/2025 റഹ്ലത്തു സിദ്ഖിൻ വ തസ്ദീഖ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമുഅ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയ സംഭവങ്ങളായ ഇസ്രാ മിഅ്റാജിന്റെ ഓർമ്മയുടെ നിറവിലാണ് നാം. സത്യസന്ധനായ പ്രവാചകൻ റബ്ബിലേക്ക് യാത്ര ചെയ്ത് വിശ്വാസികൾ അത് അംഗീകരിച്ച, അത് സ്വീകരിച്ചതിൻ്റെ ഓർമ്മകൾ. അവിടുന്ന് സത്യം മാത്രം പറയുകയും സത്യം പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു നക്ഷത്രത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയുകയാണ്. അവിടുന്ന് സത്യം മാത്രമേ പറയുകയുള്ളൂ, വഴിതെറ്റിപ്പോയിട്ടില്ല, മാർഗഭ്രംശം സംഭവിച്ചിട്ടും ഇല്ല. അവിടത്തേക്ക് ദിവ്യ സന്ദേശം അറിയിക്കപ്പെട്ടത് മാത്രമാണ് അവിടുന്ന് സംസാരിക്കുന്നത്. അവിടുന്ന് എങ്ങനെ സത്യം പറയാതിരിക്കും? ആ സത്യം പറയാനും പ്രചരിപ്പിക്കാനുമാണ് അവിടത്തെ അല്ലാഹുത്തആല നിയോഗിച്ചിട്ടുള്ളത്. റബ്ബ് എന്തു പറഞ്ഞോ അതിൽ അല്പം പോലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ, മാ കദബൽ ഫുആദു മാ റആ, കണ്ടതിന് ഒന്നും ഖൽബ് കളവാക്കാത്ത രൂപത്തിൽ അവിടുന്ന് സത്യസന്ധമായി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. യാഥാർത്ഥ്യത്തോട് നിരക്കുന്ന അവിടുന്ന് കണ്ട അനുഭവിച്ച കാര്യങ്ങൾ. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്ന രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്താവിശിഷ്ടരായി. എങ്ങനെ ഞാൻ ഇത് ജനങ്ങളോട് പറയും? ജനങ്ങൾ എന്നെ കളവാക്കില്ലേ? അവിടുന്ന് പറയുകയാണ്, ലമ്മാ കാന ലൈലത്തു ഉസ്രിയ ബി വ അസ്ബഹ്തു ബി മക്കത്ത ഫളഅതു ബി അംരി വ അറഫ്തു അന്നന്നാസ മുകദ്ദിബിയ. ഞാൻ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്ന അന്ന് വല്ലാതെ ചിന്തിച്ചിരുന്നു പോയി. ജനങ്ങൾ എങ്ങനെ ഇത് ഉൾക്കൊള്ളും? എൻ്റെ ഈ കാര്യം ഞാൻ എങ്ങനെ അവരിൽ അവതരിപ്പിക്കും? അവർ എന്നെ കളവാക്കുകയില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ്, അവർക്ക് അത് അറിയുന്നതുമാണ്. പക്ഷേ അവരുടെ ഇടയിൽ നബിതങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു 50 വർഷം. വിശ്വസ്തനും സത്യസന്ധനുമായി അവിടുന്ന് സ്ഥാനപ്പേര് നേടി. അവിടുന്ന് സത്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ സ്ഥാനത്തിനോടും പദവിയോടും നിരക്കാത്ത ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. ഏറ്റവും നല്ല സ്വഭാവക്കാരനും പെരുമാറ്റക്കാരനുമായിരുന്നു അവിടുന്ന്. പിന്നെ എങ്ങനെ നബിതങ്ങൾ കളവ് പറയും? അവിടുത്തെ സത്യസന്ധതയ്ക്ക് അല്ലാഹു സാക്ഷിയാണ്. വമൻ അസ്തഖു മിനല്ലാഹി ഹദീസ, അല്ലാഹുവിനേക്കാൾ സത്യം പറയുന്നവൻ ആരാണുള്ളത്? ആ റബ്ബാണ് പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ, അവിടുന്ന് സ്വയേച്ഛ പ്രകാരം ഒന്നും പറയുകയില്ല. അവിടുന്ന് സത്യം മാത്രം പറയും, സത്യമായത് പഠിപ്പിക്കും. അല്ലാഹു തആല നമ്മളോട് തിരുനബിയെ അനുധാവനം ചെയ്യാനും അവിടത്തേക്ക് ഉത്തരം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅഅകും ലിമാ യുഹീകും. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉത്തരം ചെയ്യുക. ആ റസൂൽ നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തെ ജീവസുറ്റതാക്കുന്നതിലേക്ക് ക്ഷണിച്ചാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ്. അവിടുന്ന് പറയുന്നത് എല്ലാ നിലക്കും യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതും അള്ളാഹു അറിയിച്ചു കൊടുത്തതുമാണ്. വല്ലദീ നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്, തിരുനബിയുടെ വചനമാണ്. എൻ്റെ ശരീരം ഏതൊരു രക്ഷിതാവിൻ്റെ കയ്യിലാണോ നിയന്ത്രിച്ച് കൊണ്ടിരിക്കുന്നത് അവനെ തന്നെ സത്യം. എന്നിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അവിടുന്ന് സത്യം നമുക്ക് പഠിപ്പിച്ചു തന്നു, സത്യത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡം സത്യസന്ധതയാണ് എന്ന് അവിടുന്ന് നമ്മളോട് പറയുകയാണ്. ഫഇൻ അഹ്ബബ്തും അൻ യുഹിബ്ബക്കുമുല്ലാഹു വറസൂലുഹു,
അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളെ പ്രിയം വെക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫഅദ്ദു ഇദഅ്തുമിൻതും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിനെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കുക. വസ്തുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യം മാത്രം പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ്. അവിടുന്ന് കണ്ടത് സത്യമാണ്, പറഞ്ഞത് സത്യമാണ്, പ്രവർത്തിച്ചത് സത്യമാണ്. ആ തിരുനബിയെ കാണുന്നവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലമ്മാ റഅയ്തു വജ്ഹഹു അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്, ഞാൻ ആ പ്രവാചകന്റെ മുഖം ദർശിച്ചപ്പോൾ ആ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചു, അത് കളവ് പറയുന്നവരുടെ മുഖമല്ല. ആ സത്യസന്ധത അവിടുത്തെ മുഖത്തും പ്രകടമായിരുന്നു. ആ സത്യവാന്മാരായ പ്രവാചകന്മാരുടെ പൂർത്തീകരണമാണ് ഒരർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലഹും ലിസാന സിദ്ഖിൻ അലിയ, അവർ ഏറ്റവും നല്ല സത്യസന്ധരും യാഥാർത്ഥ്യം പറയുന്നവരും മാത്രമാണ്. നാം തിരുനബിയെ അംഗീകരിക്കുന്നു, തിരുനബിയെ സത്യസന്ധനായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ശത്രുക്കൾ തിരുനബിയെ കളവാക്കി ഇസ്രാ മിഅ്റാജിന്റെ വാർത്ത കേട്ടപ്പോൾ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. അവിടത്തോട് അവർ ചെന്ന് പറഞ്ഞു, ഹൽ ലക ഇലാ സ്വാഹിബിക് യസ്അമുഹു അന്നഹു ഉസ്രിയ ബിഹിൽ ലൈല, നീ നിന്റെ സഹോദരനെ പറ്റി എന്തു പറയുന്നു? അവിടുന്ന് പറയുന്നു, ഇന്നലെ അവിടുന്ന് ഇസ്രാ ചെയ്തു, മിഅ്റാജ് ചെയ്തു എന്നൊക്കെ പറയുന്നു. നീ എന്താണ് അതിനെപ്പറ്റി വിലയിരുത്തുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അവ ഖാല ദാലിക്, എൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ? ഖാലു നഅം, അതെ, ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ മറുപടി, അത് പാറ പോലെ ഉറച്ച ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൃഢമൂലമായ ഈമാനിൻ്റെ വാക്കുകൾ. ഇൻകാന ഖാല ദാലിക ലഖദ് സദഖ്, അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇന്നി ല ഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, ഞാൻ ആ പ്രവാചകനെ അംഗീകരിക്കുന്നുണ്ട് ഇതിനേക്കാൾ വിദൂരമായ വാർത്തയിൽ. ഉസദ്ദിഖുഹു ബിഖബരി സമാഇ യഅതീഹി ഫീ ഗദവത്തിൻ ഔ റൗഹത്തിൻ, ഞാൻ ആ പ്രവാചകനെ സ്വീകരിക്കുന്നുണ്ട് പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും, ആകാശത്തു നിന്നും അവിടത്തേക്ക് വഹി വരുന്നുണ്ട് എന്നതിൽ. അതിലും വിദൂരമല്ലല്ലോ ഈ വർത്തമാനം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കിനെ അല്ലാഹു തആല പ്രശംസിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു തആല അവരെപ്പറ്റി പറഞ്ഞു, വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ, സത്യമായി വന്ന അവരും അതിനെ സത്യമായി അംഗീകരിച്ചവരും അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. സത്യമായി വന്നവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും, സത്യത്തെ അംഗീകരിച്ചവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്രകാരം തന്നെയായിരുന്നു മറ്റുള്ള എല്ലാ സഹാബാക്കളും. തിരുനബി എന്തു പറഞ്ഞോ അതവർ അങ്ങനെ തന്നെ ഉൾക്കൊള്ളും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരുനബിയെപ്പറ്റി ഹദീസ് പറയുമ്പോൾ അവരാമുഖമായി പറയും, ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്സാദിഖുൽ മസ്തൂഖ്, സത്യം മാത്രം പറയുന്ന, പറഞ്ഞതൊക്കെ സത്യമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുന്നതിൻ്റെ പ്രാരംഭത്തിൽ പറയും. നാം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്നു, ആ തിരുനബിയെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നാം അംഗീകരിക്കുന്നു, അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദീൻ നമ്മളോട് പറയുന്നത് പോലെ തിരുനബിയെ നാം സ്നേഹിക്കണം, ആ തിരുനബിയെ നാം അംഗീകരിക്കണം, അവിടുത്തെ റിസാലത്ത് നാം സ്വീകരിച്ച് നാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. തിരുനബിയുടെ ഇസ്രാ മിഅ്റാജ് നമുക്ക് പറഞ്ഞു തരുന്നത് സത്യം പറയണം, സത്യത്തെ നാം എപ്പോഴും ഉൾക്കൊള്ളണം. സത്യസന്ധത ഏറ്റവും നല്ല സ്വഭാവമാണ്. ജീവിതത്തിൽ നാം അത് ശീലമാക്കണം.
സത്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനം കിട്ടും. തിരുനബി പറഞ്ഞു, അവിടുന്ന് സാദിഖുൽ മസ്തൂഖാണല്ലോ, ഇന്ന സിദ്ഖ തുമഅനീന, സത്യം പറയിൽ അത് ഒരു സമാധാനമാണ്, അതൊരാശ്വാസമാണ്. നമ്മുടെ മനസ്സിന് അതെന്തെന്നില്ലാത്ത ഒരു അനുഭൂതി നൽകും, ഹൃദയത്തിന് ശാന്തി ലഭിക്കും. ഇസ്രാ മിഅ്റാജ് സത്യത്തിൻ്റെ യാത്രയാണ്, സത്യത്തെ സ്വീകരിക്കുന്നതിൻ്റെ യാത്രയാണ്. നമ്മുടെ വാക്കുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ നാം സത്യസന്ധത പാലിക്കണം. സത്യം ഉൾക്കൊള്ളാൻ അല്പം പോലും നാം വൈമനസ്യം കാണിക്കരുത്. നമ്മുടെ മക്കളോട് നാം അത് പറയണം. നമ്മുടെ നിലപാടുകളിലും ഇടപാടുകളിലുമൊക്കെ സത്യസന്ധത നാം പുലർത്തണം. സോഷ്യൽ മീഡിയകളിലൊക്കെ നാം ഇടപെടുമ്പോൾ എപ്പോഴും സത്യം മുറുകെ പിടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ദയനീയമായ ഒരു കാഴ്ച സഹാബത്തിന് പിന്നീട് വിവരിക്കുകയുണ്ടായി. ആ വ്യക്തിയുടെ മൂക്കുകളുടെ 2 ഭാഗങ്ങൾ, വായയുടെ 2 ഭാഗങ്ങൾ, കണ്ണിൻ്റെ 2 ഭാഗങ്ങളുമൊക്കെ ഇരു പാർശ്വങ്ങളിലേക്ക് പെരടിയുടെ ഭാഗത്തേക്ക് വലിച്ചു കീറപ്പെട്ടതായ രീതിയിൽ വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ ഒരാളെ ശിക്ഷിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. തിരുനബി അപ്പോൾ ചോദിക്കപ്പെട്ടു, ഇദ്ദേഹത്തെ ഇങ്ങനെ ശിക്ഷിക്കാനുള്ള കാരണമെന്താണ്? തിരുനബിയോടപ്പോൾ പറഞ്ഞത്, ഇന്നഹുർ റജുലു യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കദിബത തബ്ലുഗുൽ ആഫാഖ്. അയാൾ രാവിലെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെടും, പിന്നെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് ചക്രവാളങ്ങൾ വ്യാപിക്കുന്ന വിധത്തിൽ കളവ് അങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണത്. അയാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയാണ്. നാം സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നാം കൈകാര്യം ചെയ്യുമ്പോൾ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയാണ്. അതിൻ്റെ ഗൗരവം നാം ശ്രദ്ധിക്കണം. കളവ് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാക്കി തീർക്കുന്നത്. അതിൻ്റെ പേരിൽ പിന്നീട് എത്രമാത്രം നാം ഖേദിക്കേണ്ടി വരും. സത്യം നമ്മെ വിജയത്തിലേക്ക് നയിക്കും. നാം സാദിഖീങ്ങളുടെ കൂട്ടത്തിൽ പെടണം. അള്ളാഹു അവർക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നു. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അളീമ. പാപമോചനവും മഹത്തായ പ്രതിഫലവും അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, സത്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.